ഇടത്തരക്കാർക്ക് കോൾ അടിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുമ്പോൾ ഫലത്തിൽ 12.75 ലക്ഷം വാർഷിക വരുമാനമുള്ളവർ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകും. ഇടത്തരക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി വിപണിയിൽ പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര വലിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതല്ല. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. Average income of 1 lakh per month other than the special rate income such as capital gains. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നികുതി അടയ്ക്കേണ്ട. വാർഷിക അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ 12 ലക്ഷവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയും ചേരുമ്പോൾ 12.75 ലക്ഷം വരെ വരുമാനമുള്ളവർ പരിധിയിൽ നിന്ന് ഒഴിവാകും. നേരത്തെ 7.5 ലക്ഷമായിരുന്നതാണ് വൻ ഇളവ് നൽകി പരിധി ഉയർത്തിയത്. പുതിയ നികുതി രീതി തെരഞ്ഞെടുത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. 12.75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ അടയ്ക്കേണ്ടി വരുന്ന നികുതി ഇങ്ങനെയാണ്. 4 ലക്ഷം വരെയുള്ള തുകയ്ക്ക് നികുതി ബാധകമല്ല. 4 മുതൽ 8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മുകളിൽ 30% വരെയും നികുതി അടയ്ക്കണം. ഇടത്തരക്കാർക്ക് കൂടുതൽ പണം എത്തിച്ച് വിപണിയിലെ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. വമ്പൻ പ്രഖ്യാപനമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ പ്രതികരണം. സാമ്പത്തിക വളർച്ച കുത്തനെ താണതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് ഭീമൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും. പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മുതൽ മഖാന ബോർഡ് വരെയാണ് ബീഹാറിന് കേന്ദ്രത്തിന്റെ സമ്മാനം. Greenfield airports will be facilitated in Bihar to meet the future needs of the state. These will be in addition to the expansion of the capacity of Patna Airport and a brownfield airport in Beta. മൂന്നാം മോദി സർക്കാരിൽ ബീഹാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് ബജറ്റിലും പ്രതിഫലനം. പിന്തുണയ്ക്ക് പ്രത്യുപകാരവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനും ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ. A national mission on high-yielding seeds will be launched, aimed at 1. Strengthening research ecosystem, 2. Targeted development and propagation of seeds with high yield, pest resistance and climate resilience, and 3. Commercial availability of more than 100 seed varieties released since July 2024. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കും. പശ്ചിമ കോസി കനാൽ പദ്ധതിക്ക് അധിക സാമ്പത്തിക സഹായം. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, നിലവിലെ പാട്ന എയർപോർട്ട് വികസിപ്പിക്കും. ബീഹാർ സ്പെഷ്യൽ പ്രഖ്യാപനങ്ങൾ ട്രഷറി ബെഞ്ച് ഹർഷാരവത്തോടെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് പരിഹാസം. The institute will provide a strong fillip to food processing activities in the entire eastern region. Our government will set up a national manufacturing mission covering small, medium and large industries for furthering Make in India by providing policy support, execution roadmaps, governance and monitoring framework for central ministries and states. IIT പാട്നയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുണ്ട് അധിക സഹായം. ഇതുകൂടാതെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന മഖാന ബോർഡ് ബീഹാറിൽ സ്ഥാപിക്കും. Makhana board in Bihar. For this, there is a special opportunity for the people of Bihar. A Makhana board will be established in the state to improve production, processing, value addition and marketing of Makhana. ബീഹാറിലെ മിഥില മേഖലയിൽ പരമ്പരാഗത നാടോടി കലാരൂപമായ മധുബനിയുടെ സവിശേഷതകളുള്ള ഓഫ് വൈറ്റ് സാരിയിലായിരുന്നു നിർമ്മലയുടെ ബജറ്റ് ദിനം. വേഷം പോലെ തന്നെ കണക്ക് പുസ്തകത്തിലും പതിവിൽ കൂടുതൽ പ്രണയം ബീഹാറിനോട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
റെയിൽവേയുടെ സുരക്ഷയും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മൂലധന ചെലവ് ഇനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച അത്ര തന്നെ തുകയാണ് ഇത്തവണയും നീക്കിവെച്ചത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി റെയിൽവേയുടെ ആകെവിഹിതം പരാമർശിച്ചില്ല. പക്ഷേ പ്രസംഗത്തിനു ശേഷം പുറത്തിറക്കിയ ബജറ്റ് രേഖകളിൽ മൂലധന വിഹിതം വ്യക്തമാക്കി. മൂലധന ചെലവ് തുടർച്ചയായി രണ്ടാം വർഷവും മാറ്റമില്ലാതെ തുടരുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 2.52 ലക്ഷം കോടി രൂപയുടെ വാർഷിക ചിലവുകളാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലും അതേ തുക തന്നെ. സുരക്ഷയ്ക്കും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ട്രാക്കുകളുടെയും വാഗണുകളുടെയും നിർമ്മാണം, വൈദ്യുതീകരണം, സിഗ്നലിംഗ്, സ്റ്റേഷൻ വികസനം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ആഭ്യന്തര ബജറ്റേതര വരുമാനം 13,000 കോടിയായി തന്നെ തുടരുന്നു. ധനമന്ത്രി 2025-26 കേന്ദ്ര ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ശേഷം IRCON, IRCTC, IRFC തുടങ്ങിയ റെയിൽവേ ഓഹരികളിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. ഈ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ വിമർശിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റെയിൽവേ വികസനത്തെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കി. 6 മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയതായി നിർമ്മല സീതാരാമൻ പറഞ്ഞു. I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. Specified drugs and medicines under patient assistance programs run by the pharmaceutical companies are fully exempt from BCD, provided the medicines are supplied free of cost to the patients. ടൂറിസം രംഗത്ത് നവീനമായ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഹോം സ്റ്റേകൾ തുടങ്ങാൻ മുദ്രാ ലോൺ ലഭിക്കും. മെഡിക്കൽ ടൂറിസത്തിന് പ്രോത്സാഹനം നൽകും. സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ ഹീൽ ഇൻ ഇന്ത്യ പദ്ധതി നടപ്പാക്കും. ചികിത്സയ്ക്ക് വരുന്നവർക്ക് വിസ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. Top 50 tourist destination sites in the country will be developed in partnership with states through a challenge mode. Land for building key infrastructure will have to be provided by the states. Hotels in these destinations will be included in the infrastructure harmonized list. Visa fee waivers for certain tourist groups. There will be a special focus on destinations related to the life and times of Lord Buddha. Medical tourism and Heal in India will be promoted in partnership with the private sector along with capacity building and easier visa norms.